സുരരൈ പോട്ടർ എന്ന സൂര്യ സിനിമ അതിഗംഭീരമായ അഭിപ്രായങ്ങളുമായി മുന്നേറുന്ന ഈ സമയത്ത് നമ്മൾ മലയാളികൾക്ക് അഭിമാനമായിരുന്ന പുതുതലമുറയിലെ അധികമാരും അറിയാതെ പോയ ഒരു വിമാന കമ്പനി ഉണ്ടായിരുന്നു. അതായിരുന്നു ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻ. അതിൻ്റെ അമരക്കാരൻ തക്കിയുദ്ദീൻ വഹാബ് എന്ന വർക്കല ഇടവ സ്വദേശിയായിരുന്നു. ചെറിയ രീതിയിലുള്ള ഫിഷ് എക്സ്പോർട്ടിംഗ് കമ്പനിയുമായി ബിസിനസ് ആരംഭിച്ച അദ്ദേഹം ഗൾഫിലെത്തുകയും ഈസ്റ്റ് വെസ്റ്റ് ട്രേഡിംഗ് എന്ന പേരിൽ ഒരു ട്രാവൽസ് ആരംഭിക്കുകയും ചെയ്തു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇന്ത്യയിലും ഗൾഫിലും പടർന്ന് പന്തലിച്ചു. ഒരു ഘട്ടത്തിൽ എയർ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ബുക്കിംഗ് ലഭിച്ചുകൊണ്ടിരുന്ന ഏജൻ്റായിരുന്നു ഈസ്റ്റ് വെസ്റ്റ് ട്രാവൽസ്. ആയിടയ്ക്കാണ് 1991 മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക വിദഗ്ധൻ ആഗോളവൽക്കരണത്തിൻ്റെ ഇന്ത്യൻ വാതിലുകൾ തുറന്നിട്ടത്. ഇതിൻ്റെ ഉപഭോക്താവായി 1992 ഫെബ്രുവരി 28 ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻ എന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് എയർലൈൻ കമ്പനി തക്കിയുദ്ദീൻ മുംബൈ കേന്ദ്രമാക്കി ലോഞ്ച് ചെയ്തു. ബോയിങ്ങിൻ്റെ 8 വിമാനങ്ങളും ഫൂക്കറിൻ്റെ 3 വിമാനങ്ങളും അടക്കം 11 വിമാനങ്ങൾ ലീസിനെടുത്താണ് സർവീസുകൾ നടത്തിയിരുന്നത്. $3.3 മില്യൺ ആയിരുന്നു കമ്പനിയുടെ മൂല്യം. ആദ്യ പറക്കൽ മുംബൈയിൽ നിന്നും കൊച്ചിയിലേക്കായിരുന്നു. ഗൾഫിൽ നിന്നും വിമാനമിറങ്ങുന്ന മലയാളികളെ സഹർ എയർപോർട്ടിൽ നിന്നും ഈസ്റ്റ് വെസ്റ്റിൻ്റെ ബസ്സിൽ പിക്ക് ചെയ്ത് സാന്താക്രോസ് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ എത്തിച്ച് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് രാവിലെ 7:10 കൊച്ചിയിലെത്തിക്കുകയായിരുന്നു. അങ്ങനെ ഈസ്റ്റ് വെസ്റ്റിൽ യാത്ര ഉറപ്പാക്കാൻ യാത്രക്കാർ തിക്കിത്തിരിക്കിയിരുന്ന കാലമായിരുന്നു അത്. വളരെ നല്ല സർവീസ്, നല്ല ഭക്ഷണം, നല്ല പെരുമാറ്റം. തന്നെയുമല്ല, തക്കിയുദ്ദീൻ നേരിട്ടെത്തി യാത്രക്കാരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ നാഥനില്ലാ പ്രസ്ഥാനമായിരുന്ന എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്നവർക്കൊരു പുതിയ അനുഭവമായിരുന്നു. മദർ തെരേസയുടെ പ്രിയപ്പെട്ട വിമാനമായിരുന്നു ഈസ്റ്റ് വെസ്റ്റ്. മദറിന് എല്ലാ വിമാനങ്ങളിലും സൗജന്യ യാത്രയായിരുന്നു അദ്ദേഹം നൽകിയിരുന്നത്. തുടക്കം മുതലുള്ള നോർത്ത് ഇന്ത്യൻ ലോബികളുടെ എതിർപ്പുകളെല്ലാം തരണം ചെയ്താണ് ഈസ്റ്റ് വെസ്റ്റ് മുന്നേറിക്കൊണ്ടിരുന്നത്. ഏകദേശം 4500ഓളം 20നും 25നും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരെയായിരുന്നു ഇന്ത്യ ഒട്ടാകെ എയർപോർട്ട് സ്റ്റാഫായി അദ്ദേഹം നിയമിച്ചിരുന്നത്. ഇതിൽ ഭൂരിഭാഗം പേരും മലയാളികളായിരുന്നു. ഇടനിലക്കാരെ കട്ട് ചെയ്തുകൊണ്ടുള്ള മികച്ച സേവനങ്ങളായിരുന്നു അദ്ദേഹം കസ്റ്റമേഴ്സിന് നൽകിയിരുന്നത്. ഇതും കൂടുതൽ ശത്രുക്കളെ അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. എതിർപ്പുകൾ കൂടി വരികയും പലവട്ടം അധോലോകത്തിൻ്റെ ഭീഷണികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരികയും ചെയ്തിരുന്നു. ഇതിനിടയിൽ പ്രവർത്തനം ആരംഭിച്ച നരേഷ് ഗോയലിൻ്റെ ജെറ്റ് എയർവേസുമായി മത്സരിച്ച് 1995 ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കിയത് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻ ആയിരുന്നു. അധോലോകം കൊടികുത്തി വാണിരുന്ന 90കളിൽ ചോട്ടരാജൻ സംഘത്തിലെ ഒരാളുടെ ഡയറി പോലീസ് കണ്ടെടുക്കുകയും അതിൽ കൊല ചെയ്യപ്പെടേണ്ടവരുടെ ലിസ്റ്റിൽ തക്കിയുദ്ദീൻ്റെ പേരുമുണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ വീടിന് പോലീസ് കാവലേർപ്പെടുത്തുകയും ചെയ്തിരുന്നു. 1995 നവംബർ 13 അന്നൊരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. സ്വന്തമായി 2 വിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനത്തിൽ ഒപ്പുവെച്ചതിന് ശേഷം തൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ രാത്രി 9:30 തൻ്റെ ബെൻസ് കാർ ഓവർടേക്ക് ചെയ്ത് തടഞ്ഞു നിർത്തിയ 3 അധോലോക ഗുണ്ടകൾ കാറിൻ്റെ ചില്ലുകൾ ചുറ്റിയുകൊണ്ട് അടിച്ചു തകർക്കുകയും അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. തുടർന്ന് ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ 9:45 40 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആ പ്രഗത്ഭനായ മലയാളി സംരംഭകൻ കേരളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം അതിദാരുണമായി ചിറകറ്റ് വീണു. എ കോൾഡ് ബ്ലഡഡ് പ്രൊഫഷണൽ മർഡർ എന്നായിരുന്നു മുംബൈ മിററിൻ്റെ തലക്കെട്ട്. നവംബർ 14 ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരവുമായി ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻ വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തു. കഠിനാധ്വാനവും കരുണയുള്ള മനസ്സും കൈവന്തലായുള്ള ആ മനുഷ്യൻ വർക്കലയുടെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. നിലയ്ക്കാത്ത ആരോപണങ്ങളും ജെറ്റ് എയർവേസിൻ്റെ നരേഷ് ഗോയലിൻ്റെ കുടിലതന്ത്രങ്ങളുമായി പിടിച്ചു നിൽക്കുവാൻ തക്കിയുദ്ദീൻ്റെ സഹോദരന്മാർക്കാകാതെ വരികയും 1996 ഓഗസ്റ്റ് 8 45 മാസത്തെ കുതിപ്പിന് ശേഷം ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനി എന്നേക്കുമായി പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്തായിരുന്നു തക്കിയുദ്ദീൻ്റെ മരണത്തിന് കാരണം എന്നതിന് ഉത്തരമായി നിൽക്കുന്നത് അധോലോക ബന്ധം എന്നായിരുന്നു. എന്നാൽ പിന്നീടുള്ള അന്വേഷണങ്ങളിൽ നിന്നും അറസ്റ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത് മറ്റു പല ലോബികളുടെയും പ്രവർത്തനങ്ങൾ എന്നായിരുന്നു. 2005 റോ എന്ന ഇന്ത്യൻ ചാരസംഘടന നടത്തിയ അന്വേഷണത്തിൽ തക്കിയുദ്ദീന് അനുകൂലമായ പല തെളിവുകളും ലഭിക്കുകയുണ്ടായി. എന്നാൽ നരേഷ് ഗോയലിൻ്റെ സ്വാധീനത്തെ തുടർന്ന് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. തക്കിയുദ്ദീനെ വകവരുത്തിയ പ്രതികളിൽ ഒരാളായ രോഹിത് ശർമ്മ തായ്ലൻഡിൽ വെച്ചുണ്ടായ വാർ ഗാങ്ങിൽ കൊല്ലപ്പെട്ടു. പ്രധാന പ്രതിയും സ്വന്തമായി ഗാങ് ഓപ്പറേഷൻ നടത്തുന്നവനുമായ ഉജാസ് ലോക്കൻവാലയെ 2020 ജനുവരി 20 അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈസ്റ്റ് വെസ്റ്റിൻ്റെ പതനത്തിന് ശേഷം കുതിച്ചുയർന്ന ജെറ്റ് എയർവേസ് 2019 പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും നരേഷ് ഗോയൽ അറസ്റ്റ് ചെയ്യപ്പെടുകയുമുണ്ടായി എന്ന ഐറണിയും കാണേണ്ടി വന്നു എന്നതും യാദൃച്ഛികമാവാം. സുരരാരി പോട്ടർ എന്ന സിനിമ കാണുമ്പോഴാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിജീവിച്ചാണ് ഡെക്കാൻ എയർലൈനും ക്യാപ്റ്റൻ ഗോപിനാഥും വിജയക്കൊടി പാറിച്ചത് എന്ന് മനസ്സിലാവുന്നത്. തക്കിയുദ്ദീനും മലയാളികൾക്കും ഭാഗ്യമില്ലാതെ പോയതും അവിടെയാണ്. നന്ദി, നമസ്കാരം. Please subscribe my channel. Thank you.